ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഈ മാല ഇട്ടിട്ട് എങ്ങനെയുണ്ട്? രാഘവേട്ട, ആ മാല എടുത്ത് ഇവിടെ ഇട്ടേക്കുന്നു. ആര് പറഞ്ഞു ഈ മാല എടുത്തിട്ട്? ആര് പറഞ്ഞെന്നാ ചോദിച്ചത്? ആരും പറഞ്ഞിട്ടൊന്നും അല്ല. മോളെ, ആ മാല ഇങ്ങ് ഊരി തന്നെ. ഇല്ല. മാല ഊരിത്തരാൻ. അവളത് കണ്ടപ്പോ ഒന്നെടുത്തിട്ടു. അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചേ? ഇത് വെറും ഒരു മാലയല്ലേ? ദേ, ഇതെനിക്ക് വെറും മാലയല്ല, ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു വാങ്ങിച്ചതാ. ആ പറഞ്ഞ ആൾക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കാലോ. ഇതിപ്പോ കിട്ടാക്കനിയായിട്ടുള്ള സാധനമൊന്നും അല്ലല്ലോ സത്യമേ. ശ്യാമ, മോളെ ഊരി തന്നെ. ഊരി. ഇല്ല, അതിങ്ങ് ഞാൻ ഊരി തരാം. തരില്ല. ഏ, പപ്പി, അതിങ്ങ് ഊരി തന്നെ. മോളെ, ഇല്ല, അതിങ്ങ് ഊരി ഇല്ല, തരാം. തരില്ല. പപ്പി, മോളെ ഞാൻ പറഞ്ഞതല്ലേ അത് വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി പൂജിച്ചതാണെന്ന്. അതിങ്ങ് തന്നെ മോളെ. ശ്യാമ ഈ മാല ഇങ്ങ് മേടിച്ചതാ. പപ്പി, ഊരി കൊടുത്തേ. ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ 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 ഇവിടെ പ്രശ്നം? എടാ, ഞാൻ ശാലിനിക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച മാലയാ. ഓ, അത് ശരി. കുഞ്ഞേച്ചിക്ക് കൊടുക്കാനായിട്ട് പൂജിച്ചുകൊണ്ടെന്ന മാല എന്റെ മോളെന്ന് എടുത്തു എന്ന് പറഞ്ഞിട്ടാണോ ഈ പ്രശ്നമൊക്കെ? കൊടുക്കണേ അവരുടെ മാല. നിന്നോട് പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവരുടെ സാധനം എടുക്കരുതെന്ന്? കൊടുക്കാനല്ലേ പറഞ്ഞേ? ഊര്. ഇല്ല, പപ്പി, ഞാൻ തരില്ല. പപ്പി, ദേഷ്യം വരുന്നുണ്ട്, നല്ല അടി തരുവേ. ഊര്. അമ്മേ, എനിക്ക് ഊര്. വേണം. പറഞ്ഞ കേക്കില്ല നീ. ഊര്. വിട്. വിട്. ഇനി എടുക്കോ? വേണം അത്. ഇനി എടുക്കൂന്ന്. ദേ, ഇവിടെ പല സാധനങ്ങളും പല ഭാഗത്തും ഇരിക്കും. അതൊക്കെ നീ എടുക്കൂന്ന് പറയാൻ. എടുക്കൂന്നാ ചോദിച്ചേ. ശ്യാമേ, നീ എന്തായി കാണിക്കുന്നേ? എനിക്ക് മോൾക്ക് ഈ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഭഗവാനെ. കൃഷ്ണച്ച, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതിയായിരുന്നു. മടുത്തു ഈ വീട്ടിലെ ജീവിതം. ദേ, ദേ ഇവിടെ വെച്ചിട്ടുണ്ട് സത്യമ്മയുടെ മാല. കൃഷ്ണച്ച. സാരില്ല, കരയണ്ട. പോട്ടെ, കരയണ്ട. എന്താണമ്മ ഇതൊക്കെ? കൊച്ചുകുട്ടി ഒരു മാല ഇട്ടതാണോ ഇവിടെ അത്ര വലിയ പ്രശ്നം? സാരില്ല മക്കളെ, കരയണ്ട, കരയണ്ട, കരയണ്ട. ദേ, ഇഷ്ടച്ച മോൾക്ക് വേറെ മാല മേടിച്ചരാം. ആമേ, ഒന്നിച്ച് ഒരു കുടുംബമായിട്ട് കഴിയുമ്പോഴേ നമ്മൾ പലതും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും രണ്ട് മരുമക്കൾ ഒരുമിച്ച് ജീവിക്കുമ്പോ. നീയേ പലർക്കും അതിൽ ത്രാസ് കണ്ടിട്ടില്ലേ? അതുപോലെ പറയുന്ന വാക്കിലും പ്രവൃത്തിയിലും തുല്യത ഉണ്ടാവണം. ഇല്ലെങ്കിൽ തകർന്നു പോകുന്നതേ ഈ കുടുംബത്തിലുള്ള മൊത്തം സ്വസ്ഥതയായിരിക്കും. രാഘവേട്ടന്റെ സാരോപദേശം ഒന്നും എന്നോട് വേണ്ട. ദേ, ഈ മാലേ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ.